ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലെന്നും ഉദ്യോഗസ്ഥരുമുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. കേസെടുക്കാൻ അധികാരമില്ലാത്ത ദേവസ്വം വിജിലൻസിനായിരുന്നു സ്വർണ്ണപ്പാളിയിൽ ഇതുവരെ അന്വേഷണ ചുമതല. കോടികളുടെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് സംശയിക്കുന്ന ക്രിമിനൽ കുറ്റം നടന്നിട്ടും പോലീസ് ഇടപെടാത്തത് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. വിഷയം പരിഗണിച്ച കോടതി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. നീതിപൂർവകമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. ചട്ടങ്ങൾ ലംഘിച്ച ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സർക്കാർ. 1998 വിജയമല്ലിയിൽ സമർപ്പിച്ച ഘട്ടം മുതൽ ഇതുവരെയുള്ള 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായി അത് വെളിയിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഏറെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നു. ഇക്കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇത് സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുള്ള വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. സ്വർണം പൂശാൻ താൽപര്യമറിയിച്ച് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച ഇമെയിൽ സന്ദേശം അടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഹാജരാക്കിയിരുന്നു. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. നേരത്തെ കോടതി ഇടപെടലിലൂടെയാണ് സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലെ ദുരൂഹത പുറത്തുവന്നത്. 24 കൊച്ചി. 2019 A പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കി ദേവസ്വം മന്ത്രി VN വാസവൻ. സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉദ്യോഗസ്ഥർ പോകാത്തതിൽ വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ താൻ ചട്ടം ലംഘിച്ചിട്ടില്ല എന്നും പേടിക്കാനൊന്നുമില്ല എന്നുമായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ചോദ്യം ന്യായമാണ്. അന്ന് ഇവന്റെ കൂടെ 2019 ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോകേണ്ടതില്ലെന്നും ശരിയാണ്. അല്ല, കൃത്യമായി പറഞ്ഞില്ല. ബോർഡ് പ്രോപ്പറായി തീരുമാനം എടുത്താലും അത് നടപ്പാക്കുന്ന രംഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തുക. ആ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ ഇയാളെ മാത്രമായിട്ട് 2019 എന്തിനു കൊടുത്തുവിട്ടു എന്ന കാര്യം നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അവരാരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകേണ്ടതില്ലേ? ഇയാളായിരുന്നു അതിന്റെ വാറണ്ടി ഈയുടെ പേരിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ വിശ്വസിച്ച് കൊടുത്തുവിട്ടത്. അങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല. നിശ്ചയമായും ഇപ്പോൾ കൊണ്ടുപോയതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു കൊണ്ടുപോയി ഇയാൾ അവിടെ വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ന്യായമായ യുക്തിക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് ഇപ്പോൾ അവർ അന്വേഷിക്കട്ടെ. അന്വേഷണ സംഘം പരിശോധിക്കട്ടെ. നമുക്ക് ആശങ്കയൊന്നുമില്ല, ഒരാശങ്കയില്ല. കാര്യമില്ലല്ലോ, അന്വേഷണം നടക്കട്ടെ. ഇതെപ്പോഴാ പോയെന്നും എപ്പോഴാ കണ്ടതെന്നും അല്ലെങ്കിൽ അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നെന്നും ഒക്കെ ഉള്ളത് കണ്ടുപിടിക്കട്ടെ. വിദേശയാത്രയൊക്കെ നടത്തിയ ആളുകൾ പേടിച്ചാൽ മതിയോ? എനിക്കെന്തായാലും പേടിക്കാനില്ല. നമ്മൾ ചട്ടമൊന്നും ലംഘിച്ചിട്ടില്ല, ഒന്നും ലംഘിച്ചിട്ടില്ല. എല്ലാം ദേവസ്വം മാനുവൽ. തീർച്ചയായിട്ടും അന്വേഷണ സംഘം. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിലെ ഗൂഢാലോചന നടത്തിയത്, അല്ലെങ്കിൽ ഇതിലെ ആരോപണ വിധേയർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് ഉൾപ്പെടെ കോടതിക്ക് ചില സൂചനകളുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ അതിന്റെ പരാമർശങ്ങളുമുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ പ്രതിരോധിക്കുക? ഇത് നിയമസഭയിൽ ഇന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJP മാർച്ച് നടത്താൻ പോകുന്നു. ഭക്തജന സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എങ്ങനെയായിരിക്കും സംസ്ഥാന സർക്കാർ? എന്താണ് മറുപടി പറയാനുള്ളത് സർക്കാരിന്, ദേവസ്വം ബോർഡിനും വകുപ്പിനുമൊക്കെ? വിജയകുമാർ, സർക്കാർ പ്രതിരോധിക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ VN വാസവന്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി ഇളക്കി വിട്ടപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉദ്യോഗസ്ഥർ അനുഗമിക്കാത്തത് തെറ്റാണെന്ന കുറ്റസമ്മതമാണ് ഇന്ന് VN വാസവൻ വാർത്താസമ്മേളനത്തിൽ പ്രകടിപ്പിച്ചത്. അപ്പോൾ 2019 പിഴവ് പറ്റിയെന്ന കാര്യം സ്ഥിരീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കുറ്റം അഡ്മിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം സർക്കാരിനും വ്യക്തമാകുന്നുണ്ട്. അതല്ലാതെ ഈ വിവാദ
വിവാദം അവസാനിപ്പിക്കാൻ കാര്യമായിട്ടുള്ള മറ്റൊരു നടപടികൾ കൊണ്ടും കഴിയില്ല എന്നും സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി, ഉദ്യോഗസ്ഥർ അനുഗമിക്കേണ്ടതായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണെന്ന് VN വാസവൻ ആവർത്തിച്ച് വ്യക്തമാക്കാൻ കാരണം. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. കാരണം ശബരിമല ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊടുത്തുവിടണമെങ്കിൽ അവിടെ ഒരു തീരുമാനം വേണം. ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് ദേവസ്വം ബോർഡാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ പോലും ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥരുമുണ്ട്. ദേവസ്വം ബോർഡിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഉത്തരവാദിത്വം എന്ന ചോദ്യം അപ്പോൾ ഉയരും. കാരണം അതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം വകുപ്പിനും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2019 നടപടികളിൽ കുറ്റം ചാർത്തുമ്പോൾ ആ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് മേൽ കൂടി വന്നു ചേരുകയാണ്, അന്നത്തെ സർക്കാരിന് മേൽ വന്നു ചേരുകയാണ്. ആ സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന ഒന്നാം പിണറായി സർക്കാർ ആയിരുന്നു എന്ന വസ്തുത കൂടി വെളിപ്പെടുമ്പോൾ സർക്കാരിന് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന്, അതിൻ്റെ കുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്ത പരിസ്ഥിതിയുണ്ട്. അത്തരമൊരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എങ്കിലും അന്വേഷണം നടക്കട്ടെ എന്ന പ്രതിരോധം ഉയർത്തി സർക്കാർ ഇതിനെയെല്ലാം മറികടക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ചോദ്യോത്തരവേളയിലടക്കം ഉയർന്ന ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 2019 പിഴവ് പറ്റിയെന്ന് സമ്മതിക്കാൻ സർക്കാർ സന്നദ്ധമാകുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യെസ്, 2019 ദേവസ്വം ഭരണസമിതിക്ക് ഉത്തരവാദിത്വമെന്ന് പറയാതെ പറയുകയാണ് ദേവസ്വം മന്ത്രി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് മേൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നു. തനിക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് പത്മകുമാർ. അതുൾപ്പെടെ അന്വേഷിച്ചോട്ടെ എന്നും ഇപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും പറയുന്നുണ്ട്. അന്വേഷണം ആ വഴിക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഇതായിരിക്കും ഈ വിഷയത്തിലെ സർക്കാരിൻ്റെ പ്രതിരോധം എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിമർശനവുമായി മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതിലും കേരളം നമ്പർ 1 ആണ് എന്ന് G. സുധാകരന്റെ പരിഹാസം. കേരളം നമ്പർ 1 ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് സുധാകരൻ ചോദിക്കുന്നു. എല്ലാവരും നമ്മൾ നമ്പർ 1 ആണ് കേരളത്തിൽ എന്ന് പറയുകയാണ്. അങ്ങനെ എപ്പോഴും പറയേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ചാൽ തെറ്റൊന്നുമില്ല. ചിലർക്ക് നമ്മൾ നമ്പർ 1 തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ വർഗീയ കലാപമില്ല, നമ്മൾ നമ്പർ 1 അല്ലേ? ഇല്ല. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, അതിന് മുമ്പിലാണ്. കഴിഞ്ഞ 10, 20, 30 വർഷത്തിനടുത്ത് എന്തെല്ലാം വൃത്തികേട് കിടക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ മുമ്പിലാണ്. പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചുകൊണ്ട് പോയി, അത് നമ്മൾ നമ്പർ 1 ആണ്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ കവർച്ച നടന്നെന്ന് സ്ഥിരീകരിച്ച ദേവസ്വം വിജിലൻസ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിലാക്കിയാണ് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ സ്വർണ്ണപ്പാളിയല്ല തിരികെ എത്തിച്ചത് എന്ന് ഫോട്ടോ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. കൊള്ളയടി ശരിവെക്കുന്ന നിർണായക നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നത്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്നും സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നുവെന്നുമാണ് വിജിലൻസിന്റെ നിർണായക കണ്ടെത്തൽ. 2019 ദ്വാരപാലക ശില്പങ്ങളും 2 സൈഡ് പാളികളുമാണ് സ്വർണം പൊതിയാൻ കൊണ്ടുപോയത്. 1.5 കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞതെന്നും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ച പാളിയിലുള്ളത് 394 ഗ്രാം സ്വർണം മാത്രമായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. വിജയമല്ലി സ്വർണമാണ് പൊതിഞ്ഞതെന്നും 8 സൈഡ് പാളികളിലായി 4 കിലോയാണ് പൊതിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 2 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു. നൽകിയ പാളികളിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് ഇനി തിട്ടപ്പെടുത്തണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ ശബരിമലയിലുള്ള തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്ക നിർണയ പരിശോധന നടത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ മഹസറിലാണ് പൊരുത്തക്കേടുള്ളത്. മഹസറിൽ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും ഒപ്പിട്ടില്ല. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദാണ് മഹസർ തയ്യാറാക്കിയത്. തിരികെ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികളിലെ സ്വർണത്തിന്റെ മൂല്യവും തൂക്കവും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. സ്വർണം അപഹരിച്ച പ്രശ്നം സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയതോടെയാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത്. ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് എന്ന് ഭരണപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിരോധത്തിലായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം വിഷയം വീണ്ടും നിയമസഭയിൽ ഉയർത്തിയത്. സെപ്റ്റംബർ 19 കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് നിരാകരിക്കപ്പെട്ടതുകൊണ്ട് ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം വിവാദ വിഷയം ഉന്നയിച്ചു. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ
കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുക. സാർ, ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സാർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ആവശ്യം തള്ളിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ ബാനറും പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഡയസിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചതോടെ ചോദ്യോത്തരവേള റദ്ദു ചെയ്യുന്നതായി സ്പീക്കർ അറിയിച്ചു. ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. ശൂന്യവേളയിൽ സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ നിലപാടിനെ ഭരണപക്ഷം രൂക്ഷമായി വിമർശിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ നഗ്നരാക്കപ്പെട്ടതുകൊണ്ടാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയതെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി. ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇതോടെ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം സ്പീക്കർ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രതിഷേധത്തിന് അയവില്ലെന്ന് കണ്ടതോടെ നിയമനിർമ്മാണ നടപടികൾ ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. അവിടെ പോയിരിക്കെ നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് ഗ്രൗണ്ടിലാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്? അത് പറ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ? നിങ്ങൾ എഴുതി തന്നോ? നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ? അപ്പൊ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭാ കവാടത്തിലേക്ക് പ്രകടനമായി വന്ന പ്രതിപക്ഷം സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. 1. 2, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. കൃത്യമായ അന്വേഷണം നടക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ഭയമാണെന്നായിരുന്നു സർക്കാരിന്റെ തിരിച്ചടി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ 4 ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതി നിരീക്ഷണത്തെ കൂട്ടുപിടിച്ചാണ് എല്ലാ ചോദ്യത്തിനും സർക്കാർ മറുപടി നൽകിയത്. സ്വർണ്ണപ്പാളികളുടെ ഭാരക്കുറവ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് മറുപടിയിൽ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. 25 കോടിയുടെ ഓണം ബമ്പർ ഭാഗ്യശാലി ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായരാണ്. തുറവൂർ SBI ശാഖയിൽ ശരത്ത് ടിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. ആൻമരിയ സണ്ണി ഇപ്പോൾ ചേരുന്നുണ്ട്. ആൻമരിയ ഉള്ളത് ശരത്തിനൊപ്പമാണ്. എന്തൊക്കെയാണ് ശരത്ത് പറയുന്നത്? അദ്ദേഹം ടിക്കറ്റ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ ഫോണിൽ അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ ആ ടിക്കറ്റ് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി കേരളം ആരാണ് ഭാഗ്യവാനെന്ന് തിരയുകയായിരുന്നു. അതിനിടയിലും ശരത്ത് നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയിരുന്നു. ഇന്നിതാ ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. എന്താണ് ശരത്തിന് പറയാനുള്ളത്? അദ്ദേഹം സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. 2 ദിവസം എവിടെ എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി? വിജയകുമാർ, തീർച്ചയായിട്ടും ആളുടെ സന്തോഷം ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരത്തിനോട് തന്നെ ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു ഓണം ബമ്പർ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഓണം ബമ്പർ എടുക്കുന്നത്. അതിൽ തന്നെ അടിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. 2 ദിവസമായി വന്നിട്ട് വിജയം പ്രഖ്യാപിച്ചിട്ട് അറിഞ്ഞിട്ടും 2 ദിവസമായി. എന്താ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് കൺഫർമേഷൻ ആയതിനു ശേഷം നോക്കിയിട്ട് ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു. എല്ലാം സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാന്നുള്ളൊരു പറയാന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സാർ അക്സെപ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാനലിലാണെങ്കിലും പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലോട്ടറി കടയോട് തൊട്ട്, അതായത് താങ്കൾ ലോട്ടറി എടുക്കുന്ന കടയോട് തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. അതെ അതെ അതെ. അപ്പോ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ സമയത്ത് ആ തിരക്കിന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നു. ഒളിച്ചു മാറി? അല്ല, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ടിരുന്നു തിരക്ക് കാര്യങ്ങൾ. ചാനലൊക്കെ ഞങ്ങളുടെ ഓഫീസിന്റെ പതിക്കലാണ് എല്ലാം വണ്ടിയിലായിട്ടിരുന്നത്. കണ്ടിരുന്നു. ആരോട് ആദ്യം പറയുന്നത്? ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു. വൈഫ് എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാട്സപ്പിൽ മേടിച്ചിട്ട് സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കി ഓഫീസിൽ നിന്ന് തന്നെ. അപ്പോൾ അത് സീരിയൽ നമ്പർ കറക്റ്റാണെന്ന് അറിഞ്ഞു. പിന്നെ വീട്ടിൽ വന്നിട്ടും ക്രോസ് ചെക്ക് ചെയ്തു. എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ കൺഫേം ചെയ്തത്. 2 ദിവസം വൈകാനുള്ള കാരണം? അല്ല, ബാങ്ക് ടൈമിൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. പുറത്ത് പറയാൻ നമുക്ക് ഇതെല്ലാം കറക്റ്റ് ഒരു അക്സെപ്റ്റേഷൻ വന്നതിന് ശേഷം, ഒരു ബാങ്ക് ആണെങ്കിലും അവർ നോക്കി ഓക്കെ പറയാണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു എന്ന് അങ്ങനെ ചുമ്മാ പറയാൻ ഇവിടെ നെട്ടൂര് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാൾ? ഒരു 12 വർഷത്തോളം. അതിനിടയിൽ ആദ്യമായിട്ടാണ് ബമ്പർ ഞാൻ ബമ്പർ എടുക്കുന്നത്.
വിജയകുമാർ, ഇത് തന്നെയാണ് ആദ്യമായിട്ടാണ് ഓണം ബമ്പർ എടുക്കുന്നത്. ആദ്യമായിട്ടൊരു ഓണം ബമ്പറൊക്കെ എടുക്കുന്നു, അതിൽ തന്നെ കോടീശ്വരനാകുന്നു അല്ലെങ്കിൽ ഒന്നാം സമ്മാനം നേടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആ ഒരു എക്സിമെന്റിലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് പറയാനായിട്ടുള്ളത്, ഈ ബമ്പർ അടിച്ച് അത് ഈ കടയിൽ നിന്നാണ് ലോട്ടറി എടുത്ത ആളാണ്, അത് ഞാനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു പരിസരത്തുണ്ടായിരുന്നു അവിടെ ആൾക്കൂട്ടം വരുന്നത്. നമ്മളൊക്കെ ആണെങ്കിലും 2 ദിവസമായിട്ട് ആ പരിസരത്തൊക്കെ ഓടി നടക്കുകയാണ്. ആ സമയത്തൊന്നും നമ്മളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് രാവിലെ ആ താൻ വർക്ക് ചെയ്യുന്ന കടയിലേക്ക് ചെല്ലുന്നു അല്ലെ, ചെന്ന് അവിടെ ലീവ് പറഞ്ഞു. ഓഫീസിലാണ് ഇപ്പോൾ പെയിന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് ഇന്ന് സംസാരിച്ച ലീവ് കാര്യങ്ങളെല്ലാം സാറുമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാലും അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അടിച്ചതെന്നൊന്നും പറഞ്ഞില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ലീവിലാണ്, എനിക്ക് ലീവ് വേണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. എന്നിട്ട് അവരോട് പോലും പറയാതെയാണ് ഈ ബാങ്കിലേക്ക് എത്തുന്നത്. എന്തായാലും ബാങ്കിലെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൾ വളരെ ഹാപ്പിയാണ്. ആൾ മാത്രമല്ല, ഈ പ്രദേശത്തും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വളരെ ഹാപ്പിയാണ്. നമ്മളും ഹാപ്പിയാണ്. ഒടുവിൽ നമ്മളും ആ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, ആൻമരിയ ചേർന്നത് ശരത്തിനൊപ്പമാണ്. ശരത്ത് ടിക്കറ്റ് അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് ബാങ്കിൽ ടിക്കറ്റ് നൽകി ഒരിക്കൽ കൂടി ഉറപ്പിച്ചിട്ട് മാധ്യമങ്ങളോടോ ആളുകളോടോ ഒക്കെ പറയാമെന്നതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിച്ചത് എന്നാണ് ശരത്തിൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു മറുപടി. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണം കാര്യക്ഷമമല്ല എന്ന കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനം. നിർമ്മാണ പ്രവർത്തനത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെയും ഹൈക്കോടതി വിമർശിച്ചു. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവച്ചിട്ട് 2 മാസം. ഇന്ന് വിലക്ക് നീക്കുമെന്ന് ദേശീയപാത അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തിരിച്ചടി നേരിട്ടു. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്നും അപകടങ്ങൾ പതിവാണെന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തു. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ NHAI പ്രതിരോധിച്ചെങ്കിലും ഫലം കണ്ടില്ല. കരാറുകാരുടെ കണ്ണിലൂടെ മാത്രം വിഷയത്തെ കാണരുതെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. 5 കിലോമീറ്റർ ദൂരത്തിൽ ദുരിതയാത്ര പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇടപെടാത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ടോൾ നിരക്ക് പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത് സ്വാഗതാർഹമെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. 4 വെഹിക്കുലർ അണ്ടർപാസിന്റെ പണി നടക്കുന്നത് കൊരട്ടി 17-ാം തീയതിക്ക് ശേഷം പണി തുടങ്ങും. അപ്പോൾ ഈ വെഹിക്കുലർ അണ്ടർപാസിന്റെ പണി ഒക്ടോബറിൽ പൂർത്തീകരിച്ചിട്ടില്ല. കരാറുകാരന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ട്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഈ വെഹിക്കുലർ അണ്ടർപാസിന്റെ പണി നടക്കുമ്പോൾ ബ്ലോക്കിൽ ഈ ടോൾ കൊടുത്ത് എന്തിനാ ബ്ലോക്കിൽ പെടുന്നത്. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സർവീസ് റോഡിലടക്കം മണ്ണിടിയുന്നതാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമ ശ്രമം. ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാനാണ് ശ്രമമുണ്ടായത്. കോടതി മുറിക്കുള്ളിലായിരുന്നു സംഭവം. R അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഇത് അഭിഭാഷകൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നത് സംബന്ധിച്ച് വിവരമുണ്ടോ? ഒരു പ്രതിഷേധമായിരുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അച്യുതൻ? വിജയകുമാർ, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലഭിക്കുന്നു. ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചേർന്ന സമയത്താണ് ഈ ഒരു അതിക്രമ ശ്രമം ഉണ്ടായത്. അതായത് രാവിലെ ബെഞ്ച് ചേർന്ന ശേഷം കേസ് പരാമർശിക്കുന്ന നടപടികളിലേക്ക് കടന്നു. ആ ഘട്ടത്തിലാണ് ഈ അഭിഭാഷകനായിട്ടുള്ള രാകേഷ് കിഷോർ ഇത്തരമൊരു അതിക്രമ ശ്രമം, അതായത് തൻ്റെ സ്പോർട്സ് ഷൂ കാലിൽ നിന്ന് ഊരി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ എറിയുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്നാൽ ആ സമയത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് അത് തടയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നത്. സനാതന ധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കില്ല എന്ന് ഉയർത്തിക്കൊണ്ടാണ് ഈ അഭിഭാഷകൻ ഈ ഒരു അതിക്രമ ശ്രമം നടത്തിയത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് BR ഗവായി ഈ സംഭവത്തിൽ പ്രതികരിച്ചത് ഇതൊന്നും തൻ്റെ പ്രവൃത്തിയെ ബാധിക്കില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായി ഈ മറുപടി നൽകിയത്. ഈ അഭിഭാഷകൻ ഇത്തരമൊരു അതിക്രമം നടത്തുന്നതിന് പിന്നിലെ കാരണമെന്നത് ഇദ്ദേഹം മുൻപ് ഒരു ഹർജി, അതായത് മധ്യപ്രദേശിലെ ഒരു വിഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നിരുന്നു. അന്ന് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി നൽകിയത്. എന്നാൽ അന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ പ്രസിദ്ധിക്ക് വേണ്ടിയാണ് ഇത്തരം ഹർജികളുമായി സുപ്രീം കോടതിയിൽ വരുന്നതെന്നും തൻ്റെ ദൈവത്തോട് തന്നെ അത് താൻ പോയി ചോദിക്കൂ, ആ പ്രശ്നങ്ങൾ ചോദിക്കൂ, താനൊരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഹർജി അന്ന് തള്ളിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ അഭിഭാഷകൻ ഇത്തരമൊരു കൃത്യം ചീഫ് ജസ്റ്റിസിന് നേരെ നടത്തിയത്. വിജയകുമാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കും. നവംബർ 22-നാണ് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. ബീഹാറിലെത്തി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടപ്പോൾ 2 ഘട്ടമായി നടത്തണമെന്നാണ് BJPയുടെ ആവശ്യം. ഈ മാസം 28-ന് അവസാനിക്കുന്ന ഛത് പൂജയ്ക്ക് പിന്നാലെ നവംബർ ആദ്യവാരം മുതൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള നവീകരണങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പാക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. ബീഹാറിലെ 243 അംഗ നിയമസഭയിലെ കാലാവധി നവംബർ 22-നാണ് അവസാനിക്കുക. നിലവിൽ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിൽ BJP, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജനശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ പാർട്ടികളാണ് ഉള്ളത്. RJD നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കുമൊപ്പം ഇക്കുറി വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എന്നിവരും ഉൾപ്പെടും. ഇരു മുന്നണികൾക്കുമെതിരെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിക്കും. ഇക്കുറി അധികാര തുടർച്ചയുണ്ടാകുമെന്ന് NDA പറയുമ്പോൾ ബീഹാറിലെ നിതീഷ് യുഗത്തിന് അന്ത്യമാകുമെന്നാണ് RJD കോൺഗ്രസ് സഖ്യത്തിന്റെ അവകാശവാദം. എന്നാൽ ജൻ സുരാജ് പാർട്ടിയുടെ സാന്നിധ്യം ഇത്തവണ നിർണായകമാകും. 24 ഡൽഹി. 9 വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സിന് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. DMOയുടെ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ നടപടി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. പാലക്കാട്ടെ 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന ചികിത്സാ പിഴവ് വിവാദത്തിൽ ആദ്യം പരിശോധിച്ച 2 ഡോക്ടേഴ്സിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജൂനിയർ ഡോക്ടേഴ്സായ മുസ്തഫ, സർഫറാസ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത് ചികിത്സാ പ്രോട്ടോക്കോളിന്റെ ലംഘനം കണ്ടെത്തിയാണ്. കടുത്ത നടപടിക്ക് സർക്കാർ തയ്യാറായത് ഉന്നതതലത്തിലെ പരിശോധനയ്ക്ക് ശേഷമാണ്. DMO നൽകിയ റിപ്പോർട്ടിൽ ഇവർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു. എന്നാൽ DMOവിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ചികിത്സാ പ്രോട്ടോക്കോൾ ലംഘനം കണ്ടെത്തി കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടന്നത്. സർക്കാരിന്റെ കടുത്ത നടപടിക്കെതിരെ KGMOയെ രംഗത്തെത്തി. പൊതുജനവികാരം മറികടക്കാൻ സർക്കാർ ഡോക്ടേഴ്സിനെ ബലിയാടാക്കുകയാണെന്ന് KGMOയെ ആരോപിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടി ഉടൻ പിൻവലിക്കണം. ചികിത്സയിൽ സംഭവിക്കാവുന്ന അപൂർവമായ സങ്കീർണതയെ ചികിത്സാ പിഴവായി വ്യാഖ്യാനിച്ചാണ് ഡോക്ടേഴ്സിനെ ബലിയാടാക്കുന്നതെന്നും KGMOയെ പ്രസ്താവനയിൽ പറഞ്ഞു. ഇതേസമയം കുട്ടിയുടെ കുടുംബം ദുഃഖം വീണ്ടും പങ്കുവെക്കുകയായിരുന്നു. ഡോക്ടേഴ്സിന്റെ സസ്പെൻഷൻ ആശ്വാസകരമായ തീരുമാനമാണെങ്കിലും കുട്ടി വേദനയോടെ കരയുന്ന കാര്യം കുടുംബം ഇന്നും പങ്കുവെച്ചു. എന്റെ കൈ എവിടെയെന്ന് ചോദിച്ച് കുട്ടി കരയുകയാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം പറഞ്ഞു. നമുക്കത് നീതി കിട്ടി തന്നെ ആകണം. എൻ്റെ മകൾക്ക് കൈ ഇനി വെക്കാൻ കഴിയില്ല. അവളും അത് പറയണത് എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്കത് നീതി കിട്ടി തന്നെ ആകണം. അതിലൊരു സംശയം ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും, നിയമപരമായിട്ട് പോകും. ആശുപത്രി സൂപ്രണ്ട്, DMO തുടങ്ങിയവർ ചികിത്സാ പിഴവില്ലെന്ന് ന്യായീകരിക്കുകയായിരുന്നു. എന്നാൽ സർക്കാരിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് DHSനോട് നേരിട്ട് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ചികിത്സാ പ്രോട്ടോകോൾ ലംഘനം കണ്ടെത്തിയത്. 24 കോഴിക്കോട്. ചുമമരുന്നായ കോൾഡ്രിഫിന് നിരോധനം ഏർപ്പെടുത്തി കൂടുതൽ സംസ്ഥാനങ്ങൾ. മധ്യപ്രദേശിൽ മരുന്നു കഴിച്ച 14 കുട്ടികൾ ആശുപത്രിയിലാണ്. ഇതിൽ 6 പേരുടെ നില ഗുരുതരം എന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഇതുവരെ 17 കുട്ടികളാണ് മരിച്ചത്. ചുമമരുന്ന് നിർദ്ദേശിച്ച് ഡോക്ടറെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തി. കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 17 കുട്ടികളാണ് മരിച്ചത്. മധ്യപ്രദേശിലെ ചിദ്വാഡയിലുള്ള 14 കുട്ടികൾ നാഗ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിൽ മരിച്ച 14 കുട്ടികളിൽ 11 പേരും ഉപയോഗിച്ചത് കോൾഡ്രിഫ് കഫ് സിറപ്പ് എന്നാണ് സൂചന. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോൾഡ്രിഫ് കഫ് സിറപ്പ് നിരോധിച്ചു. കഫ് സിറപ്പുകൾ പിടിച്ചെടുക്കാനും പരിശോധന നടത്താനും ഉത്തർപ്രദേശ് സർക്കാർ നിർദ്ദേശം നൽകി. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ചതിന് പിന്നാലെ കുട്ടികൾ മരിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. അതിനിടെ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്തതിൽ ജില്ലാ മജിസ്ട്രേറ്റിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കത്തയച്ചു. ഡോക്ടർ പ്രവീൺ സോണിയെ ഉടൻ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു. ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നുകൾ കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാവൂ എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 ഡൽഹി.
ഉത്തരേന്ത്യയിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സംസ്ഥാന ഡ്രഗ് കൺട്രോളർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പരാതിക്കിടയാക്കിയ ചുമമരുന്ന് കേരളത്തിൽ കണ്ടെത്താനായിട്ടില്ല. കോൾഡ്രിഫിന്റെ വിൽപ്പനയും വിതരണവും സംസ്ഥാനത്ത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. CMRL എക്സാലോജി കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLAക്ക് വൻ തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതി അല്ല എന്ന വിമർശനം ഉന്നയിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ പിന്നീട് പ്രതികരിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതിയും തള്ളിയത്. ഹർജി തള്ളി സുപ്രീം കോടതി ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതിയല്ലെന്നും അത്തരം കാര്യങ്ങൾ കോടതിക്ക് പുറത്താണെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി വ്യക്തമാക്കി. കേസിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി നടപടിയെന്നും പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ MLA. പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ 1,72,00,000 രൂപ ആ കമ്പനിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നത്. ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയിട്ടുള്ളത് ഞങ്ങൾ മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനി ആയതുകൊണ്ട് കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. സത്യം ഞങ്ങളുടെ പക്ഷത്താണ്, ജനങ്ങളുടെ പക്ഷത്താണ് എന്നതുകൊണ്ടാണ് ഈ പോരാട്ടം മുമ്പോട്ട് പോകുന്നത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതി നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിലോ രേഖകളിലോ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം കണ്ടെത്താനായില്ലെന്ന് നിരീക്ഷിച്ചാണ് നേരത്തെ ഹൈക്കോടതി ഹർജി തള്ളിയത്. 24 ഡൽഹി. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 രോഗികൾക്ക് ദാരുണാന്ത്യം. 5 പേർ ഗുരുതരമായി പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജയ്പൂർ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ ട്രോമ സെന്ററിലെ ICUവിൽ ഇന്നലെ രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. 24 രോഗികളാണ് ICUവിൽ ഉണ്ടായിരുന്നത്. അപകടമുണ്ടായപ്പോൾ തന്നെ കഴിയുന്നത്ര രോഗികളെ സുരക്ഷിതമായി മാറ്റിയെന്ന് ട്രോമ സെന്ററിന്റെ ചുമതലയുണ്ടായിരുന്ന അനുരാഗ് ദാക്കത്ത് പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായപ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ വിവരമറിയിച്ചിരുന്നുവെന്നും എന്നാൽ ആരും അത് ശ്രദ്ധിച്ചില്ലെന്നും മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. പുക കൂടിയതോടെ വാർഡിലുണ്ടായിരുന്ന ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടെന്നും ബന്ധുക്കൾ. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആശുപത്രി സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. 24 ഡൽഹി. ഹിമാലയൻ മേഖലയിൽ പ്രളയ സാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ്. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ മണ്ണിടിച്ചിലിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 24 പേർക്ക് ജീവൻ നഷ്ടമായി. മേഖലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. ഡാർജിലിംഗിൽ 3 ദിവസമായി തുടരുന്ന മഴയിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി. റോഡുകൾ വിച്ഛേദിക്കപ്പെട്ടു. ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. മേഖലയിൽ 100 കണക്കിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. സർസാലി, ജസ്ബീർഗാവ്, മിറിക് ബസ്തി, ദർഗാവ്, മിരിക് തടാക പ്രദേശം, ജൽപായ്ഗുഡി എന്നിവിടങ്ങളിൽ നിന്നും മഴക്കെടുതിയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡാർജിലിംഗിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മിരിക്കിൽ മാത്രം 11 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഭൂട്ടാനിലെ താല ഹൈഡ്രോ പവർ ഡാം സാങ്കേതിക തകരാറിനെ തുടർന്ന് കവിഞ്ഞൊഴുകുന്നത് മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. സിക്കിമിലും മേഘാലയയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന നേപ്പാളിലെ ഇലം ജില്ലയിൽ മഴക്കെടുതിയിൽ 50-ലേറെ പേർ മരിച്ചു. മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം നെടുമങ്ങാടം ആനാട് തെരുവുനായയുടെ ആക്രമണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്കാണ് കടിയേറ്റത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടികളെ തെരുവുനായ ആക്രമിക്കുകയാണ്. അവിടെ 5 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഒരു നായ ഇങ്ങനെ ആളുകളെ ആക്രമിച്ച് റോഡിലൂടെയും പരക്കം പായുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് പേവിഷബാധ ഏറ്റിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ നിലയിൽ അത് ഇങ്ങനെ അക്രമാസക്തനായി പരക്കം പായുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ നായയെ കണ്ടെത്തിയിട്ടുണ്ടോ? അത് ഇങ്ങനെ നാട്ടുകാരെ കടിച്ച് പാഞ്ഞു നടക്കുകയാണല്ലോ. അതിനെ അടിയന്തരമായി പിടികൂടേണ്ടതാണല്ലോ.
തീർച്ചയായും വിജയകുമാർ, ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായാണ് 5ഓളം പേർക്ക് തിരുവനന്തപുരം ആനാട് ജംഗ്ഷനിൽ വെച്ച് കടിയേറ്റത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സ്കൂളിലേക്ക് വന്ന വിദ്യാർത്ഥികളായിട്ടുള്ള 2 പേരെയാണ് ഇന്ന് രാവിലെ ഈ പട്ടി പിന്തുടർന്നുകയും കടിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ആനാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിലൂടെ സ്കൂളിലേക്ക് നടന്നു വരികയായിരുന്നു വിദ്യാർത്ഥികൾ. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മിഥുൻ, ശ്രീരാഗ്, അതുപോലെ തന്നെ ശ്രീരാഗ് എന്നിവർക്കാണ്. ഇവർ ആനാട് SNVHSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. ഒപ്പം ഒരു വീട്ടമ്മ, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്ന ഒരു വീട്ടമ്മയ്ക്കും അതുപോലെ തന്നെ ലീല എന്ന ഒരു സ്ത്രീക്ക് വീട്ടിന്റെ മുന്നിൽ വെച്ചും കടിയേറ്റു. ഇതെല്ലാം തന്നെ ഈ തെരുവുനായ തന്നെയാണ് കടിച്ചത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഇതിനെ പിടികൂടാനായിട്ടില്ല. ഇവർ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഇവരെല്ലാം തന്നെ ചികിത്സ തേടിയതിനു ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെയും ഈ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് വലിയ രീതിയിൽ പരാതിയായി ഉയർന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നു വന്ന് വലിയ പ്രതിഷേധ സമരങ്ങളൊക്കെ തന്നെ പഞ്ചായത്തിൽ നടന്നതുമാണ്. എന്തായാലും ഈ തെരുവുനായയെ പിടികൂടിയിട്ടില്ല. ഇന്നലെ രാവിലെയും 6 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കടിച്ചു എന്നുള്ള ഒരു വിവരവും, അതും ഇതേ തെരുവുനായയാണ് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വിജയകുമാർ. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഈ അക്രമകാരിയായ തെരുവുനായയെ പിടികൂടിയിട്ടില്ല, അത് ഇങ്ങനെ ആ പരിസരത്ത് തന്നെ ഉണ്ട് എന്നത് ആ നാട്ടുകാരുടെ ഒരു ആശങ്കയാണ്. തമിഴ്നാട് ചെങ്കൽപ്പെട്ട് വണ്ടല്ലൂർ മൃഗശാലയിൽ സിംഹത്തെ കാണാതായി. 5 വയസ്സുള്ള ആൺ സിംഹത്തെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായത്. സിംഹത്തെ പാർപ്പിച്ചിരുന്ന 50 ഏക്കർ പരിധിയിൽ തെർമൽ ഇമേജിംഗ് ഡ്രോണും ക്യാമറകളും സ്ഥാപിച്ച് പരിശോധന തുടരുകയാണിപ്പോഴും. ഷേറിയാർ എന്ന് വിളിക്കുന്ന 5 വയസ്സുള്ള ആൺസിംഹത്തെയാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെ കാണാതായത്. വൈകിട്ട് കൂടിനടുത്തേക്ക് മടങ്ങിയെത്താറുള്ള സിംഹം സന്ധ്യ കഴിഞ്ഞിട്ടും എത്തിയില്ല. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന സിംഹമാണിത്. സാധാരണ പരിശീലനത്തിലിരിക്കെ ഇത്തരത്തിൽ 2 ദിവസമൊക്കെ സിംഹം കൂട്ടിലേക്ക് വരാത്തത് പതിവാണെന്ന് അധികൃതർ പറയുന്നു. സിംഹത്തെ പാർപ്പിച്ചിരിക്കുന്ന 50 ഏക്കർ പരിധിയിൽ 5 സംഘങ്ങളായി പരിശോധന നടത്തി വരികയാണ്. തെർമൽ ഇമേജിംഗ് ഡ്രോണും 10 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. കാൽപ്പാടുകൾ കണ്ടെങ്കിലും ഇതുവരെ സിംഹത്തെ കണ്ടെത്താനായിട്ടില്ലെന്ന് മൃഗശാല ഡയറക്ടർ റിറ്റോ സിറിയക് പറഞ്ഞു. സിംഹം കാടിന് പുറത്തേക്ക് വരുമെന്ന ആശങ്കയില്ലെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായി സിംഹസഫാരി നിർത്തിവച്ചിരിക്കുകയാണ്. 24 ചെന്നൈ. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനെ ചൊല്ലി പാലക്കാട്ട് പ്രതിഷേധം. KSRTC AC ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ രാഹുലിന് അധികൃതർ ഒത്താശ ചെയ്തെന്നാരോപിച്ച് DYFIയും രാഹുലിനെ വെല്ലുവിളിച്ച് BJPയും രംഗത്തെത്തി. രാഹുൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസിനുള്ളിലും ഭിന്നതയുണ്ട്. ഇന്നലെ രാത്രി 9:15 KSRTCയുടെ പാലക്കാട് ബംഗളൂരു പുതിയ AC ബസ് സർവീസ് രാഹുൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ചടങ്ങ് രാഹുലിന് വേണ്ടി രഹസ്യമാക്കി നടത്തിയെന്നാരോപിച്ച് DYFIയും CITUയും രംഗത്തെത്തി. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. രഹസ്യമായിട്ട് INTCക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് 9:05 MLA വരികയും ആ ഉദ്ഘാടനം നിർവഹിക്കാനുണ്ടായത്. മാനേജ്മെന്റ് ചതിക്കാനും KSRTC വഞ്ചിക്കാനും KSRTC സൽപ്പേരിന് കളങ്കം വരുന്ന തരത്തിലുള്ള ഇടപെടലാണ് പാലക്കാട്ടിലെ മാനേജ്മെന്റ് ചെയ്തത്. പ്രോട്ടോകോൾ പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്നാണ് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ മറുപടി. രാഹുലിനെ അറിയിക്കുകയാണ് ചെയ്തത്, ക്ഷണിച്ചിട്ടില്ല. പറയാന്ന് പറഞ്ഞു, പറയാന്ന് അവിടെ നിർത്തി. ഇന്നലെ രാത്രി 8:30 വൈകുന്നേരം വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്നേ പറഞ്ഞു. എന്നോട് പറഞ്ഞു അമൃതയിൽ പോകുന്നു പറഞ്ഞു. 8:30 മണിക്ക് വിളിച്ചിട്ട് ഞാൻ ഇത്ര ഒരു ഇഷ്യൂ ഇതിൽ ഞാൻ കണ്ടില്ല. രാഹുലിനെതിരെ BJPയും രംഗത്ത്. ഈ പാത്തും പതുങ്ങിയും ഇരുട്ടിൻ്റെ മറവിൽ ആരെയും അറിയിക്കാതെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആകെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5 or 6 പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പരിപാടിയെ ചൊല്ലി കോൺഗ്രസിലും പൊട്ടിത്തെറിയുണ്ടായി. തങ്ങളെ അറിയിക്കാതെയാണ് പരിപാടി നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മൻസൂർ മണലാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം പുറത്തായി. 24 പാലക്കാട്. മാതാ അമൃതാനന്ദമയിയെ ആദരിച്ച സർക്കാർ നടപടിയെ വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. അമൃതവർഷം പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാനെതിരെയാണ് രൂക്ഷ വിമർശനം. ആൾ ദൈവങ്ങളെ ആദരിക്കലല്ല മന്ത്രിയുടെ പണിയെന്നാണ് പരാമർശം. മാതാ അമൃതാനന്ദമയിയെ ആദരിച്ച സർക്കാർ നടപടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ രൂക്ഷ ഭാഷയിലാണ് KM ഷാജി വിമർശിക്കുന്നത്. ആൾ ദൈവങ്ങളെ ആദരിക്കലും ദർഗയിൽ പോയി തുണി വിരിക്കലുമല്ല മന്ത്രിയുടെ ജോലിയെന്ന് KM ഷാജി വിമർശിച്ചു.
വർഗീയത കൊണ്ട് കേരളത്തെ അങ്ങ് ആകെ പാഠം മറിക്കാൻ പോകുമ്പോ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിരിക്കുമ്പോഴും തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം. വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണമാണിത്. ദുബൈ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച CH മുഹമ്മദ് കോയ ഇന്റർനാഷണൽ സമ്മിറ്റിലാണ് ഷാജിയുടെ പ്രതികരണം. UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് മാതാ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു സർക്കാർ മാതാ അമൃതാനന്ദമയിയെ ആദരിച്ചത്. 24 തിരൂർ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ്. ഗ്രാമിന് 125 രൂപ കൂടി 11,070 രൂപയും പവന് 1000 രൂപ ഉയർന്ന് 88,560 രൂപയുമായി. ശനിയാഴ്ച രേഖപ്പെടുത്തിയ 87,560 രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് വീണ്ടും ഭേദിച്ചത്. സ്വർണത്തോടൊപ്പം വെള്ളിക്കും വില ഉയർന്നു. ഗ്രാമിന് 162 രൂപയാണ് ഇന്നത്തെ വെള്ളി വില. ഒക്ടോബർ തുടങ്ങിയിട്ട് 6 ദിവസമായപ്പോഴേക്കും സ്വർണ്ണവില റെക്കോർഡ് തിരുത്തുന്നത് 4ാം തവണ. 1-ാം തീയതി 87,000 സ്വർണ്ണവില. ഒരു പവന് 6 ദിവസം കൊണ്ടുണ്ടായിരിക്കുന്നത് 1,560 രൂപയുടെ വർധനയാണ്. ദീപാവലിക്ക് മുന്നോടിയായി സ്പോട്ട് മാർക്കറ്റിൽ ഡിമാൻഡ് ശക്തമായതും ആഗോളതലത്തിലുണ്ടായ പോസിറ്റീവ് സൂചനകളുമാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില റെക്കോർഡ് ഉയരത്തിലെത്താനുള്ള കാരണം. അമേരിക്കയിൽ ഷട്ട്ഡൌൺ തുടരുന്നതും വിലക്കയറ്റത്തിലേക്ക് നയിച്ചു. രാജ്യാന്തര വിപണികളിൽ ആദ്യമായി സ്വർണ്ണവില ഔൺസിന് $3,900 എന്ന നില മറികടന്നു. US ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് സുരക്ഷിത നിക്ഷേപം എന്ന ആവശ്യം ഉയർന്നു വന്നതാണ് ഇതിന് കാരണം. ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇന്ന് ചുരുങ്ങിയത് 5% പണിക്കൂലിയും 3% GSTയും സഹിതം 95,831 രൂപയെങ്കിലും നൽകേണ്ടിവരും. പണിക്കൂലി 10% ഇത് 1 ലക്ഷത്തിന് മുകളിലേക്ക് പോകും. ചൈനയിൽ നിന്നുള്ള ഡിമാൻഡിലുണ്ടായ കുറവ് വിലയിൽ നേരിയ ഇടിവുണ്ടാക്കിയേക്കുമെങ്കിലും വില ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ബിസിനസ് ഡെസ്ക് 24. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയുടെ കരൂർ സന്ദർശനത്തിൽ പാർട്ടിയിൽ ഭിന്നത. വിജയ് കരൂരിൽ പോകണമെന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ ദുരന്തബാധിതരെ ചെന്നൈയിൽ വിളിച്ചു വരുത്തി കണ്ടാൽ മതിയെന്നാണ് മറുവിഭാഗത്തിന്റെ അഭിപ്രായം. മക്കൾ നീതി മയ്യം പ്രസിഡന്റും രാജ്യസഭാംഗവുമായ കമൽഹാസൻ ഇന്ന് കരൂരിലെത്തും. ദുരന്തമുഖത്തു നിന്ന് വിജയ് ഒളിച്ചോടിയെന്ന വിമർശനം തുടരുന്നതിനിടെയാണ് താൻ കരൂരിലേക്ക് എത്തുമെന്നും തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും വിജയ് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ TVK യോഗത്തിൽ വിജയ് കരൂരിലെത്തുന്നതിൽ ഭിന്നതയുണ്ടായി. വിജയ് കരൂരിലെത്തിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും പ്രതിഷേധ സാധ്യതയുണ്ടെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ദുരന്തബാധിതരെ പനയൂരിലെ പാർട്ടി ഓഫീസിൽ വിളിച്ചുവരുത്തി ധനസഹായം കൈമാറണമെന്ന് ഇവർ പറയുന്നു. എന്നാൽ വിജയ് കരൂരിൽ പോയില്ലെങ്കിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് മറുഭാഗം വാദിക്കുന്നു. ഇതിനിടെ ദുരന്തത്തിൽ മരിച്ചവർക്ക് കരൂരിലെ പാർട്ടി പ്രവർത്തകർ അനുശോചനം അറിയിച്ചു. മക്കൾ നീതി മയ്യം പ്രസിഡന്റും MPയുമായ കമൽഹാസൻ ഇന്ന് കരൂരിലെത്തും. സംഭവത്തിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ചെന്നൈ. CPIM നേതാക്കൾക്കും കുന്നത്തുനാട് MLA PV ശ്രീനിജനുമെതിരെ ആരോപണങ്ങളുമായി 2020 നേതാവ് സാബു M ജേക്കബ്. 2020 സ്ഥാനാർത്ഥിയാകാൻ PV ശ്രീനിജൻ സമീപിച്ചെന്നും CN മോഹനും P രാജീവും രസീതില്ലാതെ പണം വാങ്ങിയെന്നുമാണ് ആരോപണം. സാബു M ജേക്കബിന്റേത് വില കുറഞ്ഞ ആരോപണം എന്നാണ് PV ശ്രീനിജന്റെ പ്രതികരണം. CPIM നേതൃത്വത്തിനും ശ്രീനിജൻ MLAക്കുമെതിരെ നിരന്തരം ഏറ്റുമുട്ടുന്ന സാബു M ജേക്കബ് ഗുരുതരമായ ആരോപണങ്ങളോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ചത്. കുന്നത്തുനാടിൽ സ്ഥാനാർത്ഥിയാകാൻ ശ്രീനിജൻ 2020യെ സമീപിച്ചുവെന്ന് സാബു M ജേക്കബ്. ശ്രീനിജന് എന്നോട് ഭയങ്കര സ്നേഹം. അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ കാണാൻ വരിക. 2020 സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. പിന്നെ പുള്ളിയുടെ കയ്യിലിരിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം അതങ്ങോട്ട് ഒഴിവാക്കിയതാണ്. അണികളെ പിടിച്ചു നിർത്താനുള്ള പുതിയ കണ്ടുപിടുത്തമാണ് സാബുവിന്റേതെന്ന് PV ശ്രീനിജൻ 24നോട്. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് 2020 പോയി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സാബുവിന്റെ പുതിയ കണ്ടുപിടുത്തം വില കുറഞ്ഞ ഒരു ആരോപണമായിട്ട് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ സാബു M ജേക്കബിനെ ശ്രീനിജൻ വെല്ലുവിളിച്ചു. P രാജീവും CN മോഹനനും രസീതില്ലാതെ തന്റെ പക്കൽ നിന്നും പണം വാങ്ങിയെന്നും കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ സാബു ആരോപണം ഉന്നയിച്ചിരുന്നു. 60 പഞ്ചായത്തിലും 3 മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലും മത്സരിക്കാനാണ് തീരുമാനം. 24 കൊച്ചി.
ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത്. ചുമമരുന്നുകളുടെ ഉപയോഗത്തിൽ കേരളം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. ഇതിനായി 3 അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇന്ന് ചേർന്ന യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കേരളം ഈ ചുമമരുന്നുകളുടെ ഉപയോഗത്തിൽ സ്വീകരിക്കാൻ പോകുന്ന മുൻകരുതൽ നടപടികൾ? പ്രിയകുമാറി, ചുമമരുന്ന് കഴിച്ച് ഉത്തരേന്ത്യയിൽ കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ സംസ്ഥാനത്തും ജാഗ്രത പുലർത്തുകയാണ്. അതിൽ കേരളത്തിലെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്പം മുമ്പാണ് ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം ചേർന്നത്. ആരോഗ്യമന്ത്രിയും അതുപോലെ DHSും DMEയും അതുപോലെ ഡ്രഗ്സ് കൺട്രോളർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട തീരുമാനം പുറത്തു വരുന്നത് ഈ ചുമമരുന്നുകൾ, സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് നൽകരുത് എന്നുള്ളതാണ്. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകാൻ പാടില്ല. ഇത് സംബന്ധിച്ചും ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കാനാണ് തീരുമാനം. കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് കുറിച്ചു നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ലെന്നും ഇന്ന് ആരോഗ്യവകുപ്പിന്റെ ഈ യോഗത്തിൽ നിർദ്ദേശമായി ഉയർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വകുപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നടന്ന പരിശോധനയിൽ ഈ പ്രശ്നം ഉള്ള കോൾഡ്രിപ്പ് സിറപ്പിന്റെ SR13 ബാച്ചിൽ പെട്ട മരുന്നുകൾ കേരളത്തിലെ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ കോൾഡ്രിപ്പ് സിറപ്പിന്റെ 6001 ബാച്ച് കേരളത്തിൽ പലയിടങ്ങളിലും ആ ബാച്ചിന്റെ ചില സാമ്പിളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 52 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ തമിഴ്നാട്, ഒറീസ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ SR13 ബാച്ച് മരുന്നുകൾ വിതരണം ചെയ്തതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാജസ്ഥാനിലെ മറ്റൊരു കമ്പനിയുടെ കഫ് സിറപ്പിൽ ഈ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാണെങ്കിൽ ഈ ബാച്ചുകളുടെ മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്ന് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം ഇന്ന് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് ഈ കോൾഡ്രിപ്പ് മരുന്നിന്റെ വിതരണം നടത്തുന്നത്. ഈ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് അത് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായത്. വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ക്രിസ്മസിനെ വരവേൽക്കാൻ കോട്ടയം നഗരത്തിലെ ഏറ്റവും വലിയ കേക്ക് മിക്സിംഗ് സംഘടിപ്പിച്ച ലുലു മാൾ 22-ലേറെ പ്രീമിയം ഡ്രൈ ഫ്രൂട്ടുകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും 3000 കിലോഗ്രാം ചേരുവകൾ ഉപയോഗിച്ചാണ് മിശ്രിതം തയ്യാറാക്കിയത്. ഡിസംബർ ആദ്യ ആഴ്ച മുതൽ ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും കേക്കുകൾ ലഭ്യമാകും. റിച്ച് പ്ലം, പ്രീമിയം, ഷുഗർലെസ് തുടങ്ങി വൈവിധ്യമാർന്ന ഇനങ്ങളിലാകും ലുലുവിൻ്റെ എക്സ്ക്ലൂസീവ് ക്രിസ്മസ് കേക്കുകൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. സിനിമ, സീരിയൽ താരങ്ങളായ കോട്ടയം രമേശ്, ധന്യമേരി വർഗീസ്, രാജീവ് പിള്ള, നലീഫ് ജിയ എന്നിവരും കേക്ക് മിക്സിംഗ് ചടങ്ങിൽ പങ്കാളികളായി. ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയ് ഷിഡാനന്ദൻ, റീജിയണൽ ഡയറക്ടർ അനൂപ് വർഗീസ്, റീജിയണൽ മാനേജർമാരായ രാജേഷ് ഇ, ബിജു, പബ്ലിക് റിലേഷൻ മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ, കോട്ടയം ലുലു മാൾ ജനറൽ മാനേജർ നിഖിൽ ജോസഫ് തുടങ്ങിയവരും കേക്ക് മിക്സിംഗിൽ അണിചേർന്നു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.